പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാം വാഴ്ത്തപ്പെടട്ടെ. ഈ നല്ല സന്ധ്യാസമയത്ത് ഓർത്ത ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിൽ രാജ്യങ്ങളുമായിരുന്ന ദൈവവചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വലിയ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. 113 സങ്കീർത്തനം എൻ്റെ 3-ാം വാക്യം വായിക്കുമ്പോൾ, സൂര്യൻ്റെ ഉദയം മുതൽ അസ്തമാനം വരെ യഹോവയുടെ നാമം സ്തുതിക്കപ്പെടുമാറാകട്ടെ എന്ന് സങ്കീർത്തനക്കാരൻ പറയുമ്പോൾ, ഈ വൈകിവേളയിൽ ഈ കടലോരത്തെക്കുറിച്ച് നാം പഠിക്കുമ്പോൾ, സൂര്യൻ അസ്തമിക്കുമ്പോൾ, ഇവിടെ അസ്തമിക്കുമ്പോൾ അസ്തമയത്തിന് അപ്പുറത്തൊരു വെളിച്ചം മറ്റൊരു കരയിലുണ്ടാകുന്നു. അതുപോലെ ഈ കടൽക്കരയിൽ ഞാൻ നിൽക്കുമ്പോൾ തന്നെ, ഇവിടെ ഈ കരയിൽ ഞാൻ നിന്ന് സംസാരിക്കുമ്പോൾ തന്നെ ഈ കടലിനക്കരെ മറ്റൊരു കരയും അവിടെയും ഇതുപോലെ തന്നെ ജനവാസങ്ങൾ ഉണ്ടെന്നുള്ള യാഥാർത്ഥ്യത്തെ നാം തിരിച്ചറിയുക എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിൽ ദൈവം നമുക്ക് തന്നിരിക്കുന്ന സമയങ്ങളിലൊരു പ്രധാനപ്പെട്ട വിഷയം. എന്നാൽ ഈ കടൽക്കരയിൽ ആയിരക്കണക്കിന് ജനങ്ങൾ ഈ കടൽക്കരയിൽ സന്ധ്യാസമയത്തുണ്ട്. ഈ സന്ധ്യാസമയത്ത് ആയിരക്കണക്കിന് ജനങ്ങളുണ്ടെങ്കിലും അതിൽ ദുഃഖിതരുണ്ട്, സങ്കടപ്പെടുന്നവരുണ്ട്, ഭാരങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്, ജോലിയില്ലാത്തവരുണ്ട്, രോഗികളായിരിക്കുന്നവരുണ്ട്, നിരാശർ, കുടുംബജീവിതം തകർന്നവർ, കുടുംബജീവിതത്തിൽ പ്രതിസന്ധികൾ കടന്നു വന്ന, ബിസിനസ്സിൽ പരാജയപ്പെട്ടവർ, അങ്ങനെ വിവിധ മാനസിക സംഘർഷങ്ങൾ അനുഭവിക്കുന്ന വലിയ കൂട്ടം ജനത്തെ ഈ കടൽക്കരയിലുണ്ട്. ഞാൻ ഈ കടൽക്കരയിൽ വരുമ്പോൾ എൻ്റെ സ്നേഹിതന്മാരായി അനവധി ആളുകളുണ്ട്. അവരോടൊക്കെ സംസാരിക്കുമ്പോഴും അവർക്കെല്ലാം ഓരോരോ വിഷയങ്ങളാണ് പറയാനുള്ളത്. എന്നാൽ നാം ദൈവവചനം വായിച്ചവരെ, സൂര്യൻ്റെ ഉദയം മുതൽ അസ്തമാനം വരെ യഹോവയുടെ നാമം സ്തുതിക്കപ്പെടുമാറാകട്ടെ എന്ന് പറയുമ്പോൾ, മനുഷ്യൻ ഈ ഭൂമിയിൽ ലഭിച്ചിരിക്കുന്ന ജീവിതം 70 വയസ്സ്, ഏറിയായാൽ 80, ഒരുപക്ഷെ അല്പം കൂടെ മുന്നോട്ട് കടന്നു പോയാലും മനുഷ്യ ജീവന് മരണമുണ്ട്, മരണത്തിനപ്പുറം ഒരു ജീവിതമുണ്ടെന്നുള്ള യാഥാർത്ഥ്യത്തെ വിശുദ്ധ വേദപുസ്തകമാണ് വെളിപ്പെടുത്തുന്നത്. ഹല്ലേലൂയ. വിശുദ്ധ വേദപുസ്തകം പഠിക്കുമ്പോൾ മരണത്തിനപ്പുറമുള്ള ജീവിതത്തെ കണ്ടുകൊണ്ട് വേണം നാം ഈ ഭൂമിയിൽ ഓരോ നിമിഷവും യാത്ര ചെയ്യുവാൻ. ഈ സൂര്യൻ അസ്തമിച്ച് അപ്പുറത്ത് വെളിച്ചം പകരുന്ന പോലെ, ഇതിന് മറുകരയിൽ വെളിച്ചം പകരുന്ന പോലെ, ഈ കടലിൽ ഇവിടെ ഒരു കരയിൽ ഞാൻ നിന്ന് സംസാരിക്കുമ്പോൾ ഇതിനപ്പുറത്തും മറുകരയുള്ളതുപോലെ മനുഷ്യൻ്റെ ജീവിതത്തിലും മരണത്തിനപ്പുറം ഒരു ജീവിതമുണ്ട്, മരണത്തിനപ്പുറം ഒരു നിത്യതയുണ്ട് എന്നുള്ള യാഥാർത്ഥ്യത്തെ മനുഷ്യൻ മറന്നിട്ടാണ് ഈ കടൽക്കരയിൽ വന്ന് മനുഷ്യൻ സന്തോഷിക്കുന്നത്. ഈ കടൽക്കരയിൽ ഇപ്പോൾ വന്നു കൂടിയിരിക്കുന്ന ജനങ്ങളിൽ ആയിരക്കണക്കിന് ജനങ്ങളോടുണ്ട്. അല്ലെങ്കിൽ ഈ ആയിരക്കണക്കിന് ജനങ്ങളോടുള്ളതിൽ രക്ഷിക്കപ്പെട്ടവരോ, സ്നാനപ്പെട്ടവരോ, ദൈവകൽപ്പന സ്വീകരിച്ചവരോ, തങ്ങളുടെ പാപങ്ങളെ ഏറ്റുപറയുകയോ പാപങ്ങൾക്ക് പരിഹാരം വരുത്തുകയോ ശുദ്ധീകരണം ചെയ്യുകയോ ചെയ്തവരാരും ഇവിടെ ഇല്ല. എല്ലാവരും പാപത്താൽ നിറയപ്പെട്ട് ഈ ലോകത്തിൻ്റെ ജീവിത സുഖങ്ങളിൽ നാം നിൽക്കുന്നവരാണ്. എന്നാൽ അങ്ങനെയുള്ള ഈ ജീവിത സാഹചര്യങ്ങളിൽ നാം അറിഞ്ഞിരിക്കേണ്ട യഥാർത്ഥ സത്യമാണ് മരണത്തിനപ്പുറം ഒരു ജീവിതം ഉണ്ട് എന്നുള്ളത്. യേശു പറഞ്ഞ്, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു, ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിൻ്റെ സന്നിധിയില്ല. അതേ പ്രിയരെ, കർത്താവായ യേശു ക്രിസ്തുവിലൂടെ മാത്രമേ നമുക്ക് ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ കഴിയുള്ളൂ. മനുഷ്യൻ്റെ സ്വന്തം കഴിവുകൊണ്ടോ, പ്രാപ്തി കൊണ്ടോ, ബുദ്ധി കൊണ്ടോ, വിദ്യാഭ്യാസം കൊണ്ടോ, അവൻ്റെ സമ്പത്ത് കൊണ്ടോ, പാരമ്പര്യം കൊണ്ടോ, സൗന്ദര്യം കൊണ്ടോ, അവൻ്റെ മഹത്വം കൊണ്ടോ, മനുഷ്യൻ്റെ യാതൊരു കഴിവ് കൊണ്ടോ മനുഷ്യന് ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയില്ല. ദൈവരാജ്യത്തിൽ പ്രവേശിക്കണമെങ്കിൽ കർത്താവായ യേശു ക്രിസ്തു എന്ന ഏക വഴിയിലൂടെ, ഏക മാർഗത്തിലൂടെ, യേശു എന്ന ഏക സത്യത്തിലൂടെ മാത്രമേ നമുക്ക് ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ കഴിയുള്ളൂ. ഈ കാണുന്ന സൂര്യൻ നമ്മുടെ കണ്ണുകൾക്കിപ്പം മറയുന്നത് പോലെ, അസ്തമിക്കുന്നത് പോലെ, ഈ സൂര്യൻ അസ്തമിച്ചു കഴിയുമ്പോൾ ഒരു ഇരുളാണ് വ്യാപരിക്കുന്നത്. ആ ഇരുൾ നമ്മുടെ ജീവിതത്തിൽ വരുന്ന പോലെ തന്നെയാണ് മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ അവസാനം. എപ്പോഴും നമ്മുടെ മുമ്പിൽ നിന്ന് പ്രകാശം കെട്ടുപോകും, നമ്മുടെ ജീവൻ പോകും, നമ്മുടെ ശ്വാസം നിലയ്ക്കുമെന്ന് നമുക്കറിയാത്തത് കൊണ്ട് എന്നെ കേൾക്കുന്ന പ്രശ്നം, ഈ ലോകത്തിൻ്റെ സുഖലോലഭ ജീവിതങ്ങളൊക്കെ താൽക്കാലികമാണ്. ഈ കടലും കടൽക്കരയും കടലിലെ വിശേഷങ്ങളും ഇവിടെ കൂടിയിരുന്ന സന്തോഷമെല്ലാം താൽക്കാലികം മാത്രമാണ്. ഇതിൽ നമുക്ക് യാതൊരു പ്രത്യാശയും സന്തോഷവും ലഭ്യമല്ല. പ്രൈസ് ദി ലോർഡ്. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ ഇരുൾ വീഴും മുമ്പേ നിങ്ങളുടെ ജീവിതത്തെ കർത്താവായ യേശുക്രിസ്തുവിനോട് ഏൽപ്പിച്ചു കൊടുത്ത്, യേശുക്രിസ്തുവിലൂടെ നിങ്ങൾ നിത്യജീവൻ പ്രാപിച്ച് എപ്പോൾ നിങ്ങളുടെ മരണം സംഭവിക്കുമോ ആ മരണാനന്തരം നിങ്ങൾ നിത്യമായി സ്വർഗത്തിൽ, നിത്യമായ രാജ്യത്തിൽ ഉണ്ടാകുമെന്നുള്ള ആ ദൃഢവിശ്വാസത്താൽ നിങ്ങൾ യാത്ര ചെയ്യണമെന്നാണ് ദൈവത്തിൻ്റെ വചനം നമ്മെ ഓർപ്പിക്കുന്നത്. സ്തോത്രം. നാം ഇന്ന് കാണുന്ന സന്തോഷങ്ങളെല്ലാം താൽക്കാലികമാണ്. നമുക്കിവിടെ സന്തോഷിക്കുവാനായിട്ടൊന്നുമില്ല, നമുക്കിവിടെ പ്രത്യാശിക്കാനൊന്നുമില്ല. മനുഷ്യനെല്ലാം വാരിക്കൂട്ടിയാലും വെട്ടിപ്പിടിച്ചാലും, വലിയ മനുഷ്യനെല്ലാം പടുതുയർത്തിയാലും, എത്ര വലിയ സൗധങ്ങളിൽ പാർത്താലും, എത്ര വലിയ ഉന്നതமான സ്ഥാനമാനങ്ങളും ഉണ്ടെങ്കിലും അതെല്ലാം താൽക്കാലികമാണ്. അതുകൊണ്ടൊന്നും നമുക്ക് നിത്യമായ ദൈവരാജ്യത്തിൽ ചെല്ലുവാൻ കഴിയില്ല. എന്നാൽ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ഇവിടുത്തെ സുഖസന്തോഷങ്ങൾ അനുഭവിക്കുന്നത് പോലെ തന്നെ
കർത്താവായ യേശുക്രിസ്തുവിലുള്ള സന്തോഷം പ്രാപിച്ചുകൊണ്ട് വേദി നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് വലിയൊരു ബോധ്യം ഉണ്ടായിരിക്കണമെന്ന് ഈ സമയത്ത് നിങ്ങൾ ഓർമ്മിക്കുകയാണ്. ഞാൻ ഈ കടൽക്കരയിൽ നിന്ന് വന്നു നിന്ന് ഈ ദൈവവചനം പറയുമ്പോൾ ഈ കടൽക്കര ആയിരക്കണക്കിന് ജനങ്ങൾ വന്നിട്ട് സന്തോഷിക്കുന്നുണ്ട്. അവർ വിവിധമായ മാർഗങ്ങളിലുള്ളവരാണ്, വിവിധ നിലകളിലുള്ളവരാണ്, വിവിധ സ്ഥലങ്ങളിൽ നിന്ന് വന്നവരാണ്. ഇവരെല്ലാം താൽക്കാലിക സന്തോഷമാണ് അനുഭവിക്കുന്നത്. എന്നാൽ ഈ സന്തോഷത്തിനപ്പുറം നിത്യമായ സന്തോഷമുണ്ട്. അത് ദൈവരാജ്യത്തിലാണെന്നുള്ള യാഥാർത്ഥ്യം പോലും അറിയാത്തവരാണ് എനിക്ക് മുമ്പിൽ കൂടിയിരിക്കുന്ന ജനങ്ങൾ മുഴുവൻ. അതുകൊണ്ട് എന്നെ കേൾക്കുന്നവരെ സ്നേഹിത, ജീവിതം ഒന്നേ മാത്രമേ ഉള്ളൂ, രണ്ടാമതൊരു ജീവിതമില്ല. ഒരിക്കൽ മാത്രമേ നമുക്ക് ഈ ഭൂമിയിൽ കടന്നു പോകാൻ കഴിയുള്ളൂ. രണ്ടാമതൊരു പ്രാവശ്യം ഭൂമി കടന്നു പോകാൻ കഴിയില്ല. ഈ ഭൂമി നാം ജീവിക്കുന്ന സമയം, നമ്മുടെ ആയുസ് അത് നഷ്ടപ്പെടുത്തി കളയാതെ നമുക്ക് ലഭിച്ചിരിക്കുന്ന സമയം യേശുക്രിസ്തുവിന് വേണ്ടി സമർപ്പിച്ചുകൊണ്ട് ഈ ലോകസുഖങ്ങളെ നിങ്ങൾ മാറ്റിവെച്ച് ഈ ലോകത്തെ നിങ്ങൾ നീക്കി ദൈവത്തോട് അടുത്തിരുന്ന കർത്താവായ യേശുക്രിസ്തുവിലൂടെ ആ ദൈവരാജ്യത്തിൽ പ്രവേശിക്കണമെന്നാണ് ദൈവജനം നമ്മെ ഓർപ്പിക്കുന്നത്. ആമേ സംഗീതനക്കാരൻ പറഞ്ഞ്, എനിക്ക് ദൈവത്തോട് അടുത്തിരിക്കുന്നത് ഏറെ ഇഷ്ടം. അത് നാം ദൈവത്തോട് ചേർന്നിരുന്നാൽ നമുക്ക് ലോകത്തോട് അകന്നിരിക്കാൻ കഴിയും. സങ്കീർത്തനം 73 ആസാഫ് പറയുന്നുണ്ട്, ദൈവത്തോട് അടുത്തിരിക്കുന്നത് ഏറെ ഇഷ്ടമാണ്. നാം ദൈവത്തോട് എത്രമാത്രം അടുക്കുന്നോ അത്രമാത്രം ദൈവം നമ്മോട് അടുത്ത് വരും. നാം ദൈവത്തിന് എത്രമാത്രം അകന്നു പോകുന്നോ അത്രമാത്രം ദൈവം നമ്മൾ അകന്നിരിക്കും എന്നുള്ളത് നാം തിരിച്ചറിയണം. ഈ ഭൂമി നമുക്ക് ലഭിക്കാനുള്ള ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് കർത്താവായ യേശുക്രിസ്തുവിലുള്ള നിത്യതയിൽ ആ നിത്യമായ ജീവിതവും നിത്യമായ സന്തോഷമാണ്. അതുകൊണ്ട് ഈ സൂര്യനെ ആമീൻ നാം നോക്കി പഠിക്കുമ്പോൾ, ദൈവത്തിൻ്റെ പ്രവൃത്തികളെ കാണുമ്പോൾ, വചനം പറഞ്ഞ സൂര്യൻ്റെ ഉദയം മുതൽ അസ്തമാനം വരെ യഹോവയുടെ നാമം സ്തുതിക്കപ്പെടുമാറാകട്ടെ എന്ന് പറഞ്ഞ ഇത് ലഭിച്ചിരിക്കുന്ന സമയം മുഴുവൻ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തെ നിങ്ങൾ വാനോളം ഉയർത്തി ആ നിത്യയുടെ അവകാശികളായി തീരണമെന്ന് ഒരിക്കൽ കൂടി ആഹ്വാനം ചെയ്തുകൊണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് വേണ്ടി സമർപ്പിക്കുന്നത് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.